ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ മിഡിൽ ബെഞ്ചർ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറ്റിയിട്ടാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആവശ്യമായിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്തരത്തിലായിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഞാൻ ഈ വിദ്യാഭ്യാസ നയം എന്താണ്, ഇതിലുള്ള പറഞ്ഞിട്ടുള്ള മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദേശീയ വിദ്യാഭ്യാസ നയത്ത് വായിച്ച് നോക്കാനൊന്നും പോകുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആസ് ബീയിങ് എ സിറ്റിസൺ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം എന്താണ്, അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ മേജർ എന്ന് എനിക്ക് തോന്നുന്ന ചില പോയിൻറ്റ്സ് പറയാനും അതിലുള്ള ചില കാര്യങ്ങളിലുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ പറയാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ലെങ്ത് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986/1992 അതായത് 1986 പുറത്തിറക്കി 1992 മോഡിഫിക്കേഷൻസ് വരുത്തിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേജർ കണ്ടൻസ് ആയിട്ട് വരുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അതർ കീ ഏരിയാസ് ടു ഫോക്കസ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ. ബട്ട് ഇത്തരത്തിൽ 4 കാറ്റഗറി ആയിട്ടാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 തരംതിരിച്ചിട്ടുള്ളത്. ഇതൊരു എൻ്റെ ഒരു യൂഷ്വൽ രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പ് പ്രസൻറ്റേഷന് പകരം ഒരു റാദർ ദാൻ അക്കാദമിക് പ്രസൻറ്റേഷനായിട്ടായിരിക്കും ഈ വീഡിയോ കൂടുതലായിട്ട് കാണാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ യൂത്ത് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇന്ത്യനെ ഒരു ഡെവലപ്പിംഗ് നേഷനായിട്ട് മാറ്റാനും ഒരു നോളജ് പവറായിട്ട് ഇന്ത്യയെ മാറ്റാനും അല്ലെങ്കിൽ നോളജ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യയെ മാറ്റാനും ശ്രമിക്കാനായിട്ടാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും ടെക്നോളജിക്കൽ ഫീൽഡിലും ഉണ്ടാവുന്ന ഡ്രമാറ്റിക് ആൻഡ് റാപ്പിഡ് ചേഞ്ചസിനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യൻ യൂത്തിനെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളത്, ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2040 ഇറസ്പെക്റ്റീവ് ഓഫ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും ഇക്വിറ്റബിൾ ആക്സസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന് ഉള്ളതായിട്ട് ഇതിൽ അവകാശപ്പെടുന്നു. ഇനി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന പ്രിൻസിപ്പിൾസ് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഒരു വിദ്യാർത്ഥിയുടെ യുണീക്കായിട്ടുള്ള കേപ്പബിലിറ്റീസ് തിരിച്ചറിയുക, അതിനെ നറിഷ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ, അതിനെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഫൗണ്ടേഷണൽ ലിറ്ററസിക്കും ന്യൂമറസിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി നൽകുന്നുവെന്നാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം പല ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് അവർക്കറിയില്ല. അപ്പോൾ ഗ്രേഡ് 3 എത്തുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഗ്രേഡ് 3 കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും ബേസിക് ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ബേസിക് ആയിട്ടുള്ളത് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് അടുത്ത പ്രിൻസിപ്പിളിൽ പറയുന്നത്. മൂന്നാമത്തേതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി, കുട്ടികൾക്ക് അവരുടെ പഠന വഴി, അവരുടെ ലേണിംഗ് ട്രാജക്ടറി ചൂസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട്, മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. പിന്നീടുള്ള ഒരു പ്രിൻസിപ്പിളിൽ മേജറായിട്ട് വളരെ അത്യന്താപേക്ഷിതമായിരുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്സ് ആൻഡ് സയൻസ്, കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ, പാഠ്യേതര, വൊക്കേഷണൽ ആൻഡ് അക്കാദമിക് സ്ട്രീംസ്, ഇവയൊക്കെ തമ്മിൽ വളരെ അന്തരമുണ്ട്. അപ്പോൾ അക്കാദമിക് സ്ട്രീംസ് പഠിക്കുന്നവർ ഒരു ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ വൊക്കേഷണൽ പഠിക്കുന്നവർ ഒരു ഗ്രേഡ് താഴെയുള്ളവരാണ്, അത്തരത്തിലുള്ള, അല്ലെങ്കിൽ സയൻസ് ആണ് ബെറ്റർ ആർട്സിനേക്കാളും എന്നൊക്കെ തരത്തിലുള്ള ആ സെപ്പറേഷൻ മാക്സിമം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റുക എന്നുള്ള
ഒരു പ്രിൻസിപ്പിൾ കൂടി ഇതിൽ മേജറായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് മെമ്മറൈസിങ് മാത്രമല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്, പകരം കോൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഇതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരിക്കും തുടരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൾട്ടി ലിംഗ്വലിസം പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഒന്നിലധികം ഭാഷകൾ പഠിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. ലൈഫ് സ്കിൽസ് ട്രെയിനിങ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക, അതായത് കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേഷൻ, ടീം വർക്ക് പോലെയുള്ള ലൈഫ് സ്കിൽസ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ലോക്കൽ കോണ്ടെക്സ്റ്റ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ടാണ് പറയുന്നത്. ഈ പോളിസിയുടെ വിഷനായിട്ട് പറയുന്നത് ഇന്ത്യയെ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഇക്വിറ്റബിൾ ആൻഡ് വൈബ്രൻറ്റ് നോളജ് സൊസൈറ്റി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ബൈ പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അങ്ങനെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ പോളിസി എൻവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കണ്ടൻസിലേക്ക് പോകും. കണ്ടൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അതർ കീ ഏരിയാസ് ഓഫ് ഫോക്കസ്, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്. ഇത്രയും 4 കാറ്റഗറി ആയിട്ട് ഇതിനെ മേജറായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ. മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10+2 സിസ്റ്റം ആയിരുന്നു. അതായത് 6 to 16 years ഓഫ് ഓൾഡ് കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടം, ദെൻ +1 +2 പഠിക്കുന്ന 16 മുതൽ 18 വരെ വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന +1 +2 കാലഘട്ടം. ഇങ്ങനെയുള്ള ഒരു 10+2 സിസ്റ്റം ആയിരുന്നു ഇതുവരെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അത് മാറിയിട്ട് ന്യൂ അക്കാദമിക് സ്ട്രക്ചറിൽ 5+3+3+4 എന്ന് പറയുന്ന സ്ട്രക്ചറിലായിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുക എന്നുള്ള പുതിയ സ്ട്രക്ചറാണ് ഈ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്. 5+ ആദ്യത്തെ 5 വർഷങ്ങൾ, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടം ഫൗണ്ടേഷണൽ ആയിട്ടും, അതായത് 3 വർഷം പ്രീ പ്രൈമറി, ദെൻ ക്ലാസ് 1 and 2. അതിനുശേഷമുള്ള 3+, അടുത്ത 3 വർഷങ്ങൾ 8 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം പ്രിപ്പറേറ്ററി ആയിട്ടും ക്ലാസ് 3 മുതൽ 5 വരെ. അതിനുശേഷമുള്ള 3+, മിഡിൽ എന്ന് പറയുന്ന ഒരു ഫേസ് ആയിട്ട് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം ക്ലാസ് 6 മുതൽ 8 വരെ. അതിനുശേഷം 4th സ്റ്റേജ് ആയിട്ട് സെക്കൻഡറി തന്നെ 2 ഫേസുകളുള്ള സ്റ്റേജ് ആയിട്ടാണ് സെക്കൻഡറിനെ പറയുന്നത്. 14 മുതൽ 18 വയസ്സ് വരെയുള്ള ക്ലാസ് 9 to 12, അതിൽ തന്നെ 9 to 10 ഫേസ് 1 ആയിട്ടും 11 and 12 ഫേസ് 2 ആയിട്ടും പറയുന്നു. ഈ ഫേസ് 1ൻ്റെ അവസാനം 10ന് ശേഷം ഒരു എക്സിറ്റും റീ എൻട്രിക്കുമുള്ള അവസരങ്ങളും കൂടി ഉണ്ടാകും എന്നാണ് പോളിസിയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 5 വർഷങ്ങൾ, ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ആദ്യത്തെ 5 വർഷങ്ങളിൽ മെയിനായിട്ട് പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഷേപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, കളർ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും ഇതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്ത 3 വർഷം ആകുമ്പോഴത്തേക്കും ഈ പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള, ഡിസ്കവറി ബേസ്ഡ് ആയിട്ടുള്ള, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളോടൊപ്പം, കരിക്കുലത്തോടൊപ്പം തന്നെ ചെറിയ രീതിയിലെല്ലാം ടെക്സ്റ്റ് ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് നെക്സ്റ്റ് 3 year പ്രിപ്പറേറ്ററി ഫേസിലാണ്. അതിനുശേഷം മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ്, സയൻസിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെയുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് 8 മുതൽ 12 വരെയുള്ള ആ കാലഘട്ടം, അതായത് ലാസ്റ്റ് 4 years ഓഫ് എഡ്യൂക്കേഷനിൽ വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. കൂടുതൽ ഗ്രേറ്റർ ഡെപ്ത്ത്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സഹായിക്കുന്ന രീതിയിലുള്ള, ലൈഫ് ആസ്പിറേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള, സ്റ്റുഡൻറ്റിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയായിരിക്കും ലാസ്റ്റ് 4 years ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാസ്റ്റ് 4 years 2 ഫേസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള ഒരു ഫേസും അതുപോലെ തന്നെ +1 +2 മറ്റൊരു ഫേസുമായിട്ട്, 10ന് ശേഷം ഒരു എക്സിറ്റും അതിനുശേഷം റീ എൻട്രിക്കുള്ളൊരു അവസരവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കൂടുതലാണെന്നുള്ളതാണ്. അതായത് കുട്ടികൾ സ്കൂളിൽ എൻറോൾ ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആവുന്നത് കൂടുന്നു. സർവശിക്ഷ അഭിയാൻ്റെയും അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷന് ശേഷം എൻറോൾമെൻറ്റിൻ്റെ എണ്ണത്തിൽ വലിയ വർധനകൾ ഉണ്ടാവുകയും അതേസമയം ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അത് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാനായിട്ട് കുട്ടികളെ ട്രാക്ക് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുന്നതിലൂടെയും ഒക്കെ സാധിക്കും എന്ന്
പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. അതോടൊപ്പം ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത് ലോക്കലായിട്ടുള്ള പുതിയ സ്കൂളുകൾ കൊണ്ടുവരാനായിട്ട് ഉള്ള റെസ്ട്രിക്ഷൻസ് കുറയ്ക്കും. ലൈക്ക് അത് എന്ന് പറയുന്നത് പബ്ലിക്കിനാവാം, അല്ലെങ്കിൽ പബ്ലിക് അല്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനാവാം. അതിൽ ഓൾട്ടർനേറ്റീവ് മോഡൽസ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ട് കൾച്ചറിൽ, ജോഗ്രഫിയിൽ, ഡെമോഗ്രഫിക്സിലൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും സ്പെസിഫിക് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മോഡൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഇത് വളരെ ബ്രോഡായിട്ട് ഇങ്ങനെ പറഞ്ഞു ഉപയോഗിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിന് പലതരം വ്യാഖ്യാനങ്ങൾ കണ്ടെത്താനും വരികൾക്കിടയിൽ വായിക്കാനൊക്കെ വേണമെങ്കിൽ സാധിക്കും. അപ്പോൾ ഇനി ഇതൊരു പഴയ ഗുരുകുല സമ്പ്രദായം പോലുള്ള രീതികളിലേക്ക് മാറ്റുന്നതിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കുമോ ഇത്, അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രശ്നം ഈ ഒരു പോയിന്റിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഒരുപക്ഷെ സന്തോഷം തോന്നിയേക്കാവുന്ന മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ കരിക്കുലത്തിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പഠിക്കുന്നത് പോലെ ഒരുപാട് പഠിക്കുന്നതിന് പകരം എസെൻഷ്യൽ ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള അവസരങ്ങൾ കൂട്ടുക ബൈ റെഡ്യൂസിങ് കണ്ടൻറ്റ് എന്നുള്ള ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ലതാണ്, കണ്ടൻറ്റ് കുറയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ കുറയ്ക്കുന്ന കണ്ടൻറ്റുകൾ ഏതിലൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഈവൻ ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ എന്തിൻ്റെ കണ്ടൻറ്റാണ് കുറയ്ക്കാൻ പോകുന്നത്, ഏത് ചരിത്രമാണ് മാറ്റാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട് ഏതൊരു കോമൺ സിറ്റിസണും വരാനുള്ള സാധ്യതകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ മൾട്ടി ലിംഗ്വലിസം പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഇതാണ്. ഗ്രേഡ് 5 വരെ എങ്കിലും കുട്ടിയുടെ ഇൻസ്ട്രക്ഷൻ ഓഫ് മീഡിയം മദർ ടങ്ക് തന്നെ ആയിരിക്കണം എന്ന് ഇതിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലാംഗ്വേജും ഒരു സ്റ്റേറ്റിൻ്റെ മേലും അടിച്ചേൽപ്പിക്കില്ല എന്നുകൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദി ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്കൊന്നും ഹിന്ദി ആണെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 3 ലാംഗ്വേജുകളെങ്കിലും കുട്ടി മിനിമം പഠിച്ചിരിക്കണം. അതിൽ 2 ലാംഗ്വേജുകൾ ഇന്ത്യൻ നേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു കണ്ടീഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജസ് ചൂസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനും റീജിയൻസിനും അതുപോലെ തന്നെ കുട്ടികളിലും നിക്ഷിപ്തമായിരിക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷേ ഒരു സ്റ്റേറ്റ് ഏതൊക്കെ ലാംഗ്വേജസ് പഠിക്കാനുള്ള അവസരം കുട്ടിക്ക് കൊടുക്കും എന്നുള്ളത് അത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി മറ്റൊരു പോയിന്റ് സംസ്കൃതത്തെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെയും കുട്ടികളുടെ ഒരു ചോയ്സ് ആയിരിക്കും സംസ്കൃതം എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. സംസ്കൃതത്തെ കൂടാതെ മറ്റുള്ള ഇന്ത്യൻ ക്ലാസിക് ലാംഗ്വേജസ് ആയിട്ടുള്ള തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഒഡിയ, പാലി, പേർഷ്യൻ ആൻഡ് പ്രകൃത് ഇത്തരത്തിലുള്ള ലാംഗ്വേജസ് കൂടി പ്രൊമോട്ട് ചെയ്യാനും ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ഓൺലൈനായിട്ടെങ്കിലും ഈ ലാംഗ്വേജസ് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകണം എന്ന് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഇന്ത്യൻ ലാംഗ്വേജസ് കൂടാതെ തന്നെ ഇംഗ്ലീഷും ഇന്ത്യൻ ലാംഗ്വേജസും കൂടാതെ തന്നെ മറ്റുള്ള ഫോറിൻ ലാംഗ്വേജസ് ആയിട്ടുള്ള കൊറിയൻ, ചൈനീസ്, ജാപ്പനീസ്, തായ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർട്ടുഗീസ് ആൻഡ് റഷ്യൻ ലാംഗ്വേജസ് കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ സെക്കൻഡറി ലെവലിലെങ്കിലും കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അസസ്മെൻറ്റ് രീതികളിലാണ്. അസസ്മെൻറ്റ് രീതികൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴുള്ള മെമ്മറി പരീക്ഷിക്കുന്ന തരത്തിലുള്ള വളരെ സമ്മേറ്റീവായിട്ടുള്ള ടെസ്റ്റുകൾക്ക് പകരം കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും കോൺസെപ്റ്റിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന രീതികളിലേക്ക് മാറും. അത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും പ്രഷറും എല്ലാം കുറയ്ക്കും. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അസസ്മെൻറ്റ് മാറും എന്ന് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അവകാശപ്പെടുന്നു. ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അവകാശപ്പെടുന്നു. മറ്റുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ടീച്ചേഴ്സ് ഇനി മുതൽ മറ്റുള്ള ഒരു ജോലികളിലും ഇൻവോൾവ് ആകേണ്ടി വരില്ല എന്നുകൂടി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പറയുന്നു. ലൈക്ക് ഇലക്ഷനിയറിംഗ് ആണെങ്കിലും ശരി,
കുക്കിംഗ് ഓഫ് മിഡ് ഡേ മീൽ സ്കീം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണെങ്കിലും ശരി, അത്തരത്തിലുള്ള മറ്റൊരു ഡ്യൂട്ടിയും ടീച്ചിങ് ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലാത്ത മറ്റൊരു ഡ്യൂട്ടിയും ടീച്ചേഴ്സിന് മുതൽ ചെയ്യേണ്ട വരില്ല എന്ന് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനുള്ള അവസരങ്ങൾ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. 2030 ഇപ്പോഴത്തെ ബി എഡിൻ്റെ ഒരു സ്ട്രക്ചർ മാറിയിട്ട് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സസ് ആയിട്ട് മാറുമെന്നും അതുവഴി ടീച്ചേഴ്സിന് ഏറ്റവും മികച്ച രീതിയിൽ ടീച്ചിങ് ഔട്ട്പുട്ട് നൽകാൻ പറ്റുന്ന തരത്തിൽ ട്രെയിനിങ്ങുകൾ മാറ്റും എന്നും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അവകാശപ്പെടുന്നു. അതിനൊപ്പം പറഞ്ഞിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഇൻറ്റഗ്രിറ്റി ഫുള്ളായിട്ട് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് അലോൺ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും രാജ്യത്ത് ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രേഡിങ് എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. ലേണിംഗ് ഫോർ ഓൾ, ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദം ചിലപ്പോൾ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്, അത് ജെൻഡർ ഐഡൻറ്റിറ്റീസ് ആവാം, വിമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ്, അതല്ലെങ്കിൽ മൈനോറിറ്റീസ് ആവാം, റിലീജിയസ് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള സോഷ്യോ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്കും എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നയമായിരിക്കും ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇതിലെ പല പോർഷൻസിലും, ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ പല പോർഷൻസിലും ഇത് അവകാശപ്പെടുന്നത്. ഇനി സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, സ്കൂൾസിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിലനിർത്തി പോരുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എപ്പോഴും നിലനിർത്തി പോരുന്നതിനായിട്ട് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി SSSA എന്ന് പറയുന്ന ഒരു ബോഡി ഗവൺമെൻറ് തലത്തിൽ രൂപീകരിക്കുമെന്നും അവർ ഇതിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാടായെന്ന് തോന്നുന്നു, സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഹയർ എഡ്യൂക്കേഷനിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.